ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 15 ഒന്നാമത്തെ വായനാ ഭാഗം, ആവർത്തന പുസ്തകം 32 അധ്യായം. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പാട്ട്, ദൈവം പറഞ്ഞു കൊടുക്കുന്ന പാട്ട് മോശെ ഈ ഇസ്രായേൽ ജനത്തിന് പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന പാട്ടാണ് ഇതിൻ്റെ ഭൂരിഭാഗം. ഏകദേശം 1 വാക്യം മുതൽ 39 വാക്യം വരെ ദീർഘമായി നിൽക്കുന്ന, അതും പോകും 43 വാക്യം വരെ നിൽക്കുന്ന ദീർഘമായ ഒരു ഗാനമാണ്. അപ്പോൾ അതിൽ ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം, അനന്തരം മോശയും നൂൻ്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കേൾപ്പിച്ചു. മോശെ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോടും സംസാരിച്ചു തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവിൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും. ഇതൊക്കെ ദൈവം ഇവരോട് പറയുന്നു, അല്ലെങ്കിൽ മോശയും യോശുവയും ഇവരോട് പറയുന്നുവെങ്കിലും ദൈവം ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ചെല്ലുന്ന ദേശത്ത് ഇവർ ദൈവത്തെ മറന്ന് ജീവിക്കും, ഞാൻ അവർക്ക് ആവശ്യമായ ശിക്ഷയൊക്കെ കൊടുക്കുമെന്ന്. അന്ന് തന്നെ ദൈവം മോശയോട് പറഞ്ഞത്, നീ യെരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൻ്റെ മുകളിൽ, അതിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കിക്കൊള്ളുക. നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് നിന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ പയർന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. അപ്പം മരിക്കുന്നതിനെ സംബന്ധിച്ചും മരിക്കുന്ന വിധത്തെ സംബന്ധിച്ചും ഇവിടെ മോശയോട് പറയുന്നു, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് പറയുന്നു. അതിനു മുമ്പ് നീ കനാൻ ദേശം കണ്ടുകൊള്ളുക. എന്നിട്ട് നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യ വെച്ച് എന്നെ ശുദ്ധീകരിക്കായി കൊണ്ടും തന്നെ നീ ദേശത്തിൽ നിൻ്റെ മുമ്പിൽ കാണും, എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾ കൊടുക്കുന്ന ദേശത്തേക്ക് നീ കടക്കുകയില്ല. അത് ആ കലഹജലത്തിൻ്റെ അവിടെ വെച്ച് അന്നേ ദൈവം പറഞ്ഞതാണ്, നിങ്ങളവിടെ കാണുകയില്ല. അത് മോശയ്ക്കും അഹരോനും ഒക്കെ അത് ബാധകമായിരുന്നു. പ്രധാനമായിട്ടും ആ വിഷയം മോശയ്ക്കാണ് കൂടുതൽ കാര്യമായി വന്നത്. മോശയാണ് അതിനെ അടിച്ചത്, കൈനീട്ടി ചെയ്യാൻ പറയുമ്പോൾ അടിച്ചതും, അതുപോലെ ജനം പറയുമ്പോൾ ജനത്തെ ആ തരത്തിൽ ട്രീറ്റ് ചെയ്യുകയോ ചെയ്യാതിരുന്നതിൻ്റെ ശിക്ഷയാണ് ഇന്ന് ഇസ്രായേൽ മക്കളെല്ലാം കനാൻ ദേശത്ത് പോകുന്ന വഴി ഇവരെ നയിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് പോലും അപ്പുറത്ത് കടക്കാൻ കഴിയാതെ പോയത്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം. ഇവിടെ ആദ്യം ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉദാഹരണം പറയുകയാണ്. ഞാൻ ഒരു മുന്തിരിത്തോട്ടം വാങ്ങി, മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അതിൽ അവന് വേലി കെട്ടി അതിൽ കല്ല് പെറുക്കി കളഞ്ഞു, നല്ല വക മുന്തിരിവള്ളി നട്ടു. പക്ഷേ മുന്തിരിങ്ങ കായ്ക്ക് വന്ന് കാത്തിരിച്ചപ്പം കായ്ച്ചതൊക്കെ കാട്ടുമുന്തിരിങ്ങ. അത് ഈ യഹൂദയെക്കുറിച്ചും യെരൂശലേം നിവാസികളെക്കുറിച്ചും യെരൂശലേമിനെക്കുറിച്ചും ഒക്കെ പറയുന്ന ഉപമയായി അത് മാറി. എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പിൻ. ആരോട് പറയാണ്? യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി. പക്ഷേ അവർ ആ മുന്തിരിങ്ങയുടെ ഫലം പോലെ നല്ല ഫലം കായ്ക്കാതെ കാട്ടുമുന്തിരിങ്ങ, ഒരു ഉപയോഗമില്ലാത്ത കാട്ടുമുന്തിരിങ്ങ കായ്ക്കുക അത്ര ചെയ്തത്. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു എന്നാണ് അവിടെ ദൈവം പറഞ്ഞു വെക്കുന്നത്. അതായത് സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മദ്യം തേടി ഓടുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുന്നവർക്ക് അയ്യോ കഷ്ടം. പിന്നെ എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കും, പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെ
തന്നെത്താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകില്ല. ദൈവം അന്നും ഇന്നും എന്നും അനന്യൻ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ എന്ന് തന്നെയാണ്. തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്ന് പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർ കയ്യോ കഷ്ടം. അപ്പോൾ ഈ ജനം അങ്ങനെയാണെന്നാണ്. തിന്മ ചെയ്തിട്ട് പറയുന്നത് നന്മയാണെന്ന്, നന്മയെ കണ്ടാൽ പറയും അത് തിന്മയാണെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഇവരുടെ കാര്യം വളരെ കഷ്ടമാണ് എന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. എന്നിട്ട് നമ്മൾ യേശുക്രിസ്തുവിനെ ഇതിനകത്ത് നമുക്ക് വേണേൽ കാണാം. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി. ഇന്നലെ നമ്മൾ കണ്ടതിന് മുള എന്നാണെങ്കിൽ ഇവിടെ ഒരു കൊടി എന്നാണ് കാണുന്നത്. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവർ ചൂള കുത്തി വിളിക്കും. അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും. ആര്? ജാതികൾ. അവരിലൊരുത്തനും ക്ഷീണിക്കുകയോ ഇടറുകയോ ചെയ്യുകയില്ല. ഒരുത്തനും ഉറക്കം തൂങ്ങുകയുമില്ല. അവരുടെ അരക്കച്ച അഴിയുകയില്ല, ചെരുപ്പുവാറ് പൊട്ടുകയുമില്ല. അവരുടെ അമ്പ് കൂർത്തും വില്ലെല്ലാം കുലച്ചും വിരിക്കുന്നു. കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന ജാതികളെ സംബന്ധിച്ച് അവിടെ പറയാണ്. അത് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കുന്നു. അപ്പം അത്തരം ഒരു ജാതിയിലേക്ക് ഒരു കൊടി ഉയർത്തും. ആ കൊടിയെ സംബന്ധിച്ചും ഇവിടെ നമ്മൾ വായിക്കുന്ന യേശുക്രിസ്തുവിനെ എന്ന ആ കൊടിയെക്കുറിച്ചാണ്. അത് ഒരു സാധാരണ കൊടിയല്ല, അത് ജയക്കൊടിയാണ്. അതാണ് ഈ അധ്യായത്തിലെ കാര്യങ്ങൾ. മൂന്നാമത്തെ വായനാഭാഗം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. അവിടെ ഒരു കാര്യം പറയുന്നത്, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം, വിവേകത്തിൻ്റെ പൂർണ്ണത, സമ്പത്ത് പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ എഴുതുന്ന കത്താണല്ലോ. കത്തിനകത്ത് പറയുന്നതാണ്, ഒരാളോട് പേഴ്സണലി പറയുന്നത് പോലെ ഉള്ളൊരു കത്താണ്. നിങ്ങൾ ലവദൂക്യയിലും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ഞാൻ വായിച്ച കാര്യം തന്നെയാണ് വീണ്ടും വായിക്കുന്നത്. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയും സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നത് ആരിലാണ്? യേശുക്രിസ്തുവിൽ. അപ്പോൾ യേശുക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ പരമമായ ലക്ഷ്യമാണ്. കാരണം അങ്ങനെ ഒരു കണ്ടുമുട്ടലാണ് അവർ തമ്മിലുണ്ടായത് ഡമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച്. ആകയാൽ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരിപ്പിൻ. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ ഉയർത്തുന്നതാണ്. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശുക്രിസ്തുവിലാണ്. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിമയാണ്, അല്ലെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ് യേശുക്രിസ്തു എന്ന തരത്തിലാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ, യേശുക്രിസ്തുവിനെ തലയായിട്ടാണ് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത്. അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പോൾ ക്രിസ്തുവിലൂടെ ലഭിച്ച ഒരു സംഗതിയാണ്. ഇപ്പം നമ്മൾ പരിച്ഛേദന ഏറ്റിട്ടില്ല, പക്ഷേ യഹൂദൻ ഏറ്റ പരിച്ഛേദന, അത് ക്രിസ്തു പരിച്ഛേദന ഏറ്റതുകൊണ്ട് ക്രിസ്തുവിലൂടെ നമ്മളും പരിച്ഛേദന ഉള്ളവരായി ദൈവത്തിന് മുമ്പിൽ കാണപ്പെടുന്നു. ദൈവം അതങ്ങനെ അംഗീകരിക്കുന്നതാണ്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചവരാണ്. അപ്പം ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. കാരണം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ആ ഗൗരവത്തിൽ നമ്മൾക്ക് അതിനെ കാണാനൊക്കെ ഉള്ളൂ. മുമ്പ് ഒരുത്തൻ യഹൂദനാകണമെങ്കിൽ പരിച്ഛേദന കഴിക്കണമായിരുന്നു. അത് മനസ്സിലാക്കണം. പരിച്ഛേദന കഴിക്കണമായിരുന്നു. എന്നാൽ ഇന്ന് പരിച്ഛേദന വേണ്ട. ആ പരിച്ഛേദന സംഭവിച്ചതായിട്ട്, പരിച്ഛേദന ഏറ്റതായിട്ട് ദൈവം കണക്കാക്കുന്നതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, സ്നാനത്താൽ ഒക്കെ നമ്മൾ മാറുമ്പോൾ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. അവിടെ ക്രൂശിൽ അവരുടെ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ നശിച്ചു പോകുമാറായിരുന്ന ഒരു ജനക്കൂട്ടം, നാം ഉൾപ്പെടെയുള്ളവരെ, അപ്പോൾ അവരുടെ
അവരിലുണ്ടായിരുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാക്കി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്തോ എന്ന കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ഇപ്പോൾ വരുവാനിരുന്നത് കാത്തിരുന്ന മശിഹ അല്ലെങ്കിൽ ക്രിസ്തു വന്നു. അത് യാഗങ്ങൾ ഉണ്ടായത്. ഈ യാഗങ്ങളെല്ലാം നിഴലായിരുന്നു. ഏത് യാഗത്തിൽ? യേശുക്രിസ്തു എന്ന യാഗത്തിൻ്റെ നിഴലുകളായിരുന്നു. യേശുക്രിസ്തു എന്ന ആ യാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു യാഗവും നിലനിൽക്കുന്നതായില്ല. അതാണ് സത്യം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവന് ആരും നിങ്ങളെ വിരുദ് തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ അങ്ങനെ തലയ്ക്കും ശരീരത്തിൻ്റെ അവയവങ്ങളും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ തലയിൽ നിന്നാണല്ലോ എല്ലായിടത്തേക്കും ഈ മെസ്സേജസ് ഒക്കെ ചെല്ലുന്നത്. തലയില്ലെങ്കിൽ പിന്നെ ആ ശരീരമില്ല. കൈയില്ലെങ്കിലും ജീവിക്കും, വിരലില്ലെങ്കിൽ ജീവിക്കും, തലയില്ലെങ്കിൽ ശരീരം ജീവിക്കില്ല. പിന്നെ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി ജീവിക്കരുത് എന്നാണ്. അപ്പോൾ മാനുഷ്യകൽപ്പനകൾ ഉപദേശങ്ങൾ എന്താ? തൊട്ടരുത്, പിടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ചട്ടങ്ങൾ, അങ്ങനെയുള്ള ചട്ടങ്ങൾ, അനാവശ്യമായ ചട്ടങ്ങൾ. അതൊക്കെയും അതായത് കൈ കഴുകണം, കാല് കഴുകണം, ഇങ്ങനെയുള്ള ചട്ടങ്ങളൊക്കെ ഇതെല്ലാം ഉപയോഗത്തിൽ നശിച്ചു പോകുന്നത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. ജഡാഭിലാഷമോ അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. അപ്പോൾ ജഡാഭിലാഷത്തെ അടക്കേണ്ടത് തന്നെ. പക്ഷേ ജഡത്തെ എങ്ങനെയെങ്കിലും പീഡിപ്പിച്ചും അടിച്ചും ചവിട്ടിയും അല്ലെങ്കിൽ പട്ടിണി കിടന്നും അല്ലെങ്കിൽ ചാട്ടവാറടിച്ചും ഒന്നും ഈ പറഞ്ഞ പോലെ ചെയ്യുന്നവരെല്ലാം അത് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. അത് ജഡാഭിലാഷം അടക്കുവാനോ അത് പ്രയോജനമുള്ളതല്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ നമ്മൾ അടക്കേണ്ടത് തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. അത് അങ്ങനെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ 2-ാം അധ്യായം നമ്മളോട് സംസാരിക്കുന്നത്. 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സഹായം നമുക്കുണ്ടാകുന്നതിനാൽ സ്തോത്രം. നാളെ പുതിയ വായനാഭാഗങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.